കൽപ്പന എന്താണ്? അപ്പോൾ പറയാണ് അള്ളാഹു, നിങ്ങൾ പ്രതിരോധ സജ്ജരായിരുന്നാൽ മാത്രം പോരാ, നിങ്ങളെങ്ങാനും അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചടിച്ചോ. ആദ്യം പറഞ്ഞു ക്ഷമിച്ചോ എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞ് പ്രതിരോധ സജ്ജനായിരുന്നോ എന്ന് പറഞ്ഞു, പിന്നെ പറയുകയാണ് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചടിച്ചോ. ഇത് 3-ാം ഘട്ടം. സൂറ 22:39. യുദ്ധത്തിനിരയാകുന്നവർക്ക് അവർ മർദ്ദിതരായതിനാൽ തിരിച്ചടിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. ഈ അള്ളാഹു സഹായിക്കാൻ കഴിവുള്ളവനാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. ഇവർ മക്കയിൽ ന്യൂനപക്ഷമായിരുന്ന സമയത്ത് ഈ കഴിവ് അള്ളാഹുവിനുണ്ടായിരുന്നില്ലേ? മക്കയിൽ ന്യൂനപക്ഷമായിരുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യമൊന്നും അള്ളാഹു പറയുന്നില്ല. അവിടെയൊക്കെ പറഞ്ഞ അള്ളാഹു ക്ഷമിക്കണം മക്കളെ, ക്ഷമിക്ക്, നിങ്ങൾ അടങ്ങിയിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്ന ആൾക്കാരെണ്ണം കൂടിക്കഴിഞ്ഞപ്പോഴേ അതാണ് ഇരുട്ടിൻ്റെ മറവും 10 ആൾക്കാരുടെ ബലവും. സിനിമയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഇരുട്ടിൻ്റെ മറവും 10 ആളുടെ ബലവും എന്ന് പറയുന്നത്. അതുപോലെയാണ് ആൾക്കാരുടെ ബലമൊക്കെ, അംഗസംഖ്യ, മുസ്ലിങ്ങളുടെ അംഗസംഖ്യ ഒക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ